നിങ്ങൾ ജർമ്മനിയിൽ താമസിക്കുന്നവരാണെങ്കിൽ എന്തായാലും മസ്റ്റ് ബെസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് കോഹെം എന്ന് പറയുന്നത്. ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് 2 hours ഫ്രം കൊളോൺ. ഇത്തവണ ഞാൻ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത് എൻ്റെ പേരൻസിനും ഹസ്ബൻഡിനും കൂടെയാണ്. ആൻഡ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി എല്ലാവരും ചെയ്യുക ഒരു ബോട്ട് റൈഡ് എടുക്കലാണ്. ആസ് യൂഷ്വൽ വി ഓൾസോ ടുക്ക് ദ ബോട്ട് റൈഡ്. കോഹെം ഇസ് ഫേമസ് ഫോർ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ വൈൻ യാർഡ്സ് ആൻഡ് വേൾഡ് റിനൗൺഡ് റീസ്ലിംഗ് വൈൻസ്, മേക്കിംഗ് ഇറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് പിക്ചർ സ്ക്വയർ ഡെസ്റ്റിനേഷൻസ് ഇൻ ജർമ്മനി. നമ്മളൊരു വീക്ക് ഡേ ആണ് ആക്ച്വലി ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബോട്ട് റൈഡ് ഇത്തവണ എടുത്തപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് എന്താ പറയുക, ആ ബ്യൂട്ടിഫുൾ നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റി. പിന്നെ നമ്മൾ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അവരുടെ മെനു കാർഡൊക്കെ കൊണ്ടുതരും. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ റീസ്ലിംഗ് വൈൻ എന്തായാലും ഓർഡർ ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടുത്തെ സ്പെഷ്യാലിറ്റി അതാണല്ലോ. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറിയ ഉടനെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഡ്രിങ്ക്സും ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ ബോട്ട് റൈഡ് എടുക്കുമ്പോൾ ഇവിടുത്തെ സ്ഥലം എന്ന് പറയുന്നത് അത്രയും ഭംഗിയാണ്. നമ്മുടെ ഈ നേച്ചറിനൊക്കെ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുക. ഏതാണ്ട് നമ്മളിങ്ങനെ പിക്ചേഴ്സിലൊക്കെ കാണില്ലേ, അതേപോലെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇന്നെന്ന് പറയുന്നത് ഒരു റെയിനി ഡേ ആണ്. പക്ഷേ ഞങ്ങൾ ബോട്ടിൽ കയറിയ സമയത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു തണുപ്പും പിന്നെ ആ വെള്ളത്തിൻ്റെ സൗണ്ടും, പിന്നെ നമ്മൾ കൂടെയാണല്ലോ ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, നമുക്കിങ്ങനെ ചുറ്റും ഇങ്ങനത്തെ കുറേ വൈൻ യാർഡ്സ് കാണാൻ പറ്റും. പിന്നെ കുറേ കാസിൽസും അങ്ങനെ അത്രയും ഭംഗിയുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ ഇത്. സം പ്ലേസസ് യു വിസിറ്റ് ബട്ട് സം പ്ലേസസ് സ്റ്റേ വിത്ത് യു ഫോർ എവർ. അങ്ങനെയുള്ളൊരു പ്ലേസാണിത്.